ദളിത് പ്രോഗ്രസ് കോൺക്ലേവാണ് വേദി. വികാരഭരിതനായി കൊടിക്കുന്നിൽ സുരേഷ് MP. താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കാം, ശത്രുക്കൾ കൂടിയേക്കാം. ഇതാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. മാവേലിക്കരയിൽ നിന്ന് തുടർച്ചയായി 8ാം തവണയും പാർലമെന്റിലേക്ക് എത്തിയ കൊടിക്കുന്നിൽ സുരേഷിനെ ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ ആദരിക്കുകയും ചെയ്തു. ആദരവ് ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് വികാരഭരിതനായി കൊടിക്കുന്നിൽ സുരേഷ് സംസാരിച്ചു തുടങ്ങിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം കാണാം. അത് കേരളത്തിലെ സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ജയിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളിൽ ആർക്കും 8 പ്രാവശ്യം ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരുപാട് വിമർശനങ്ങൾക്ക് ഞാൻ പിന്നിട്ട വഴികളിൽ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ഞാനായതുകൊണ്ടാണ് ആ പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്, രാഷ്ട്രീയമായ ആക്രമണങ്ങൾ, അതുപോലെ ഒരുപാട് പ്രതിസന്ധികളും എനിക്ക് നേരിട്ടിട്ടുണ്ട്. പുതിയ നേതൃത്വം എത്തിയ ശേഷം കൊടിക്കുന്നിലിനെ ആരും വേട്ടയാടിയിട്ടില്ലെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് പ്രയാസപ്പെട്ട്, ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തിയത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയെന്നാണ് പറഞ്ഞത്. നിർബന്ധമായിട്ട് മത്സരിക്കണം, അദ്ദേഹം മത്സരിച്ച ജയിക്കും എന്ന് പറഞ്ഞ ആൾ ഞാനാണ്. ആ സമയത്ത് ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അദ്ദേഹം കടന്നത്. അത് വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ. ആളെ കൂടെ പാർട്ടിയുണ്ട്, കോൺഗ്രസ് കൂടെ ഉണ്ട്. നമ്മൾ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്, അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാറ്. അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുകയാണ്. തനിക്ക് ഒരു നേതാവെന്ന നിലയിൽ ഉണ്ടായ പ്രോഗ്രസ്, അതിന് പിന്നിലുണ്ടായിട്ടുള്ള വേദനകൾ, അതെന്തൊക്കെയാണെന്ന് അക്കമിട്ട് പറയുന്നില്ല കൊടിക്കുന്നിൽ സുരേഷ്. പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാദം, താൻ നേതൃത്വത്തിലെത്തിയതിനു ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന VD സതീശൻ അതിനു മുൻപ് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നുമില്ല എന്നത് വ്യക്തമാണ് ഈ പ്രതികരണങ്ങളിൽ. അരുൺ സോളമൻ, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൊടിക്കുന്നിലിന് പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണനയെപ്പറ്റി ഒരുപക്ഷെ കൂടുതലായി വരും കാലത്ത് അദ്ദേഹത്തിന് പുറത്ത് പറയേണ്ടി വരുമെന്ന സൂചനയാണോ ഇന്ന് നമ്മൾ ഈ വേദിയിൽ കണ്ടത്? സുജയ, ഇന്ന് നടന്ന ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ വളരെ വികാരഭരിതനായിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് MP സംസാരിച്ചത്. കഴിഞ്ഞ 8 തവണയായിട്ട് ലോക്സഭയിൽ എത്തിയതിന് പിന്നാലെ ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഈ ആദരവ് ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ താൻ നിൽക്കുന്നത് വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണെന്നും, എന്നാൽ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ പോയാൽ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം ആ വേദിയിൽ പങ്കുവച്ചത്. കൂടുതൽ ശത്രുക്കളെ അത് മുഖേന സൃഷ്ടിക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവച്ചു. വേദിയിൽ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു തുറന്ന പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ഈ 8 തവണ ഇത്തവണ അദ്ദേഹം മത്സരിക്കുമ്പോഴും പാർട്ടിക്കകത്തു നിന്ന് ഈ മത്സരിപ്പിക്കാതിരിക്കാനുള്ള കരുനീക്കങ്ങൾ ഉണ്ടായിരുന്നു, മത്സരിപ്പിക്കുന്നതിൽ നിന്നും ഒരു എതിർ വിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഇതിൽ പ്രധാനമായിട്ടും ഈ 8ാമത്തെ തവണ മത്സരിക്കുമ്പോൾ കേരളത്തിൽ 19 സീറ്റ് UDF വിജയിക്കുകയും മാവേലിക്കര തോൽക്കുമെന്ന് മാധ്യമങ്ങളടക്കം തന്നെ വേട്ടയാടി എന്നടക്കമുള്ള പരാമർശങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഈ പരാമർശത്തിന് പിന്നാലെ VD സതീശനും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് താൻ കടന്നു വന്ന ജീവിത അനുഭവങ്ങളെയായിരുന്നു അദ്ദേഹം വിവരിച്ചതെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനുള്ള ഒരു മറുപടിയായി സൂചിപ്പിച്ചത്. ഇതിൽ പ്രധാനമായും പാർട്ടിക്കകത്തു നിന്ന് അത്തരത്തിലുള്ള വേട്ടയാടലുകളോ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായമോ ഉണ്ടായിരുന്നില്ല. അന്ന് മാവേലിക്കര മത്സരിപ്പിക്കുന്നത് പാർട്ടിയുടെ ചുമതലയായിരുന്നു. പാർട്ടി നേതൃത്വം പറഞ്ഞത് താൻ അനുസരിച്ചു എന്നുള്ളത് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷും പങ്കുവച്ചത്. അത് തന്നെയായിരുന്നു VD സതീശനും പറഞ്ഞത്. അതിൽ ഈ മത്സരിച്ചാൽ VD സതീശൻ സൂചിപ്പിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചാൽ മാത്രമേ മാവേലിക്കര വിജയിക്കും എന്നുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു പാർട്ടി നേതൃത്വം അത്തരത്തിലൊരു ചുമതല നൽകിയത്. പക്ഷേ പലതരത്തിലുള്ള വേട്ടയാടൽ പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിട്ടു എന്നുള്ളതിന്റെ ഒരു തുടക്കമാണ് ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു വെച്ചത് എന്നത് വ്യക്തമാണ്. അരുൺ സോളമൻ.